സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ ഫരീദാബാദ് രൂപത അതിരൂപതയാക്കി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ സ്ഥാനാരോഹണവും ഇന്ന് ഡൽഹിയിൽ നടക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിവിധ സഭാ അധ്യക്ഷന്മാരും ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയും പങ്കെടുക്കും. ഫരീദാബാദ് രൂപത അതിരൂപതയായതിൻ്റെ ആഘോഷങ്ങളാണ് ഇവിടെ ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക. മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിലെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുന്നു. സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഈ ശുശ്രൂഷയുടെ 2ാം ഭാഗം ഞാൻ മെയിൻ സെലിബ്രൻ്റായിട്ട് തുടരുന്നു. അത് കഴിഞ്ഞ് ഡൽഹിയിലെ ചില മന്ത്രിമാരും കേരളത്തിലെ മിക്കവാറും മെത്രാന്മാരും മെത്രാപ്പൊലീത്തമാരും ഉൾപ്പെട്ട ഒരു സമൂഹത്തിൽ വെച്ച് ഒരു ഫെലിസിറ്റേഷൻ മീറ്റിങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് SKN. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഫരീദാബാദ് രൂപതയെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ചടങ്ങ് ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ സ്ഥാനാരോഹണവും ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുക. ഈ ചടങ്ങിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഭാധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. വത്തിക്കാനിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ രൂപതയ്ക്ക് കീഴിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കശ്മീർ, ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ ചില ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഈ രൂപത. വൈകിട്ട് 3 മണിക്കാണ് ഈ ചടങ്ങുകൾ നടക്കുക. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.